നമസ്കാരം. പുതിയ ലോകത്ത് പുതിയ കാലത്ത് തൊഴിൽ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം ലോകത്തെ തൊഴിൽ സംവിധാനങ്ങൾ ആകെ പൊളിച്ചെഴുതപ്പെട്ടു. കോവിഡിന് മുൻപ് കേട്ടുകേൾവി പോലുമില്ലാത്ത വർക്ക് ഫ്രം ഹോം സംവിധാനം ലോകമാകെ പ്രചരിക്കുകയും ചെയ്തു. കോവിഡ് കഴിഞ്ഞപ്പോൾ ഇത് പൂർണ്ണമായി ഇല്ലാതായതുമില്ല. പല കമ്പനികളും ഹൈബ്രിഡ് എന്ന വർക്ക് ഫ്രം ഹോമും വർക്ക് ഫ്രം ഓഫീസും കൂടിക്കലർന്ന സമ്പ്രദായത്തിലേക്ക് മാറ്റം വരുത്തി. ഇങ്ങനെ തൊഴിൽ സാഹചര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ കേരളം വലിയൊരു ചുവടുവെക്കുകയാണ്. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾ ഇനി ജോലി സമയം കഴിഞ്ഞ് ജോലിക്കായി വിളിച്ചാൽ തയ്യാറാകേണ്ട എന്നാണ് ഈ മാറ്റത്തിന്റെ ചുരുക്കം. അത് റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. ഒക്ടോബർ 3-ാം തീയതി സർക്കാർ ചീഫ് വിപ്പ് കൂടിയായ പ്രൊഫസർ എൻ ജയരാജ് MLA ആണ് ഈ സ്വകാര്യ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഈ ചുവടുവെക്കുന്ന സംസ്ഥാനമായി മാറുകയാണ് കേരളം. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ വിശ്രമാവകാശങ്ങൾ നിയമപരമായി തിരിച്ചുപിടിക്കാനുള്ള ശ്രമം എന്നാണ് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രൊഫസർ എൻ ജയരാജ് പറഞ്ഞത്. പുതിയ ജോലിക്രമങ്ങൾ വർക്ക് ലൈഫ് ബാലൻസ് തകർക്കുന്നു എന്ന പഴി ലോകമാകെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നീക്കമുണ്ടാകുന്നത്. റിമോട്ട് വർക്ക് ഫ്രം ഹോം ജോലികളുടെ കാര്യത്തിലാണ് നിലവിൽ കൂടിയ തോതിൽ വർക്ക് ലൈഫ് ബാലൻസ് തെറ്റുന്നത് എന്നാണ് വിലയിരുത്തൽ. പലപ്പോഴും ഓഫീസിൽ നിന്നല്ലാതെ ജോലി ചെയ്യുന്നവർ നിഷ്കർഷിക്കപ്പെട്ട ജോലി സമയം കഴിഞ്ഞോ അതിനു മുൻപോ പലപ്പോഴും ജോലി ചെയ്യാൻ മേലധികാരികളാൽ നിർബന്ധിതരാകുന്നു എന്നാണ് കണ്ടെത്തൽ. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഓഫീസ് മേലധികാരികൾ ഫോണിൽ വിളിച്ചാൽ കോൾ എടുക്കാതിരിക്കാനോ ഇമെയിലിനോ ചാറ്റിനോ മറുപടി കൊടുക്കാതിരിക്കാനോ ഉള്ള അവകാശമാണ് റൈറ്റ് ടു ഡിസ്കണക്റ്റിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതായത് 8 മണിക്കൂറോ 9 മണിക്കൂറോ ആകട്ടെ ജോലി സമയം, അത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഔദ്യോഗിക കാര്യത്തിനായി മേലധികാരിയോ സ്ഥാപനത്തിലെ ചുമതലപ്പെട്ടവരോ ഫോണിൽ വിളിച്ചാൽ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇനി ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിൽ ചാറ്റ് അയച്ചാലോ ഔദ്യോഗിക ഇമെയിൽ അയച്ചാലോ പ്രതികരിക്കേണ്ട, അതിനുള്ള അവകാശമാണിത്. ഇങ്ങനെ ജോലി സമയത്തിന് പുറത്തുള്ള സമയത്തുണ്ടാകുന്ന ഫോൺ കോളുകൾ, ഇമെയിലുകൾ, ചാറ്റുകൾ എന്നിവ നിരസിച്ചാൽ തൊഴിൽ സ്ഥാപനത്തിന് ജീവനക്കാർക്കെതിരെ പിരിച്ചുവിടൽ, സ്ഥാനം കുറയ്ക്കൽ, ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കൽ, പരിശീലനം നിഷേധിക്കൽ എന്നിങ്ങനെ ഒരു നിയമ നടപടിയും എടുക്കാൻ കഴിയില്ല. ഇതാണ് ബില്ല് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ഉള്ളടക്കം. എങ്ങനെയാണ് ഈ ബിൽ നടപ്പാക്കാൻ നിർദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. റൈറ്റ് ടു ഡിസ്കണക്ട് ഉപയോഗപ്പെടുത്തിയതിന്റെ പേരിൽ നടപടിയെടുത്താലോ തർക്കമുണ്ടായാലോ അത് പരിഹരിക്കാൻ സംവിധാനം ഉണ്ടാകണമെന്ന് ബില്ല് നിർദ്ദേശിക്കുന്നു. പ്രൈവറ്റ് സെക്ടർ വർക്ക് പ്ലേസ് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ജില്ലാ തലത്തിൽ പ്രവർത്തിക്കണം. റീജിയണൽ ജോയിന്റ് ലേബൽ കമ്മീഷണർ ആയിരിക്കണം തലവൻ. പരാതികൾ ഉണ്ടായാൽ ഈ സംവിധാനത്തിലൂടെ വേണം പരിഹരിക്കാൻ. ഈ സമിതി പരാതി പരിശോധിക്കുകയും ജോലി സമയം പാലിച്ചു എന്ന് ഉറപ്പാക്കുകയും വേണം. തൊഴിൽ സമയം കഴിഞ്ഞും ഔദ്യോഗിക കാര്യങ്ങൾക്കായി ചുമതലപ്പെടുത്തി എന്ന് കണ്ടാൽ സ്ഥാപനത്തിനെതിരെ നടപടിയും എടുക്കാം. ജീവനക്കാരുടെ ജോലി സമയം പാലിക്കുന്നുണ്ടെന്നും ആരെയും അത് കഴിഞ്ഞും ജോലി ചെയ്യിക്കുന്നില്ല എന്നും ഉറപ്പാക്കേണ്ടതും ഇതേ സമിതിയാണ്. ജീവനക്കാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമത്തെ മുൻനിർത്തിയാകണം തൊഴിൽ നിയമങ്ങൾ എന്ന ബില്ലിൽ പറയുന്നുണ്ട്. ലേബർ കമ്മീഷണർക്ക് തൊഴിലിടങ്ങളിൽ എപ്പോഴും പരിശോധന നടത്താനും ബിൽ അധികാരം നൽകുന്നുണ്ട്. ജോലിക്കൊപ്പം വിശ്രമത്തിനും വിനോദത്തിനും അവകാശം എന്ന ആശയത്തിൽ പ്രചോദിതമായിട്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് എന്നാണ് എൻ ജയരാജ് പറയുന്നത്. ബില്ല് സഭ അംഗീകരിച്ചാൽ അത് വലിയ മാതൃകയായിരിക്കും. ജീവനക്കാർക്ക് ആവശ്യത്തിന് വിശ്രമവും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയവും ലഭിക്കുന്നത് തൊഴിലാളികളുടെ തൊഴിൽ ശേഷിയെ മെച്ചപ്പെടുത്തുമെന്ന നിരീക്ഷണവുമുണ്ട്. ഓഫീസ് സമയം കഴിഞ്ഞും ജോലി കാര്യങ്ങൾ നോക്കേണ്ടി വരുന്നത് മൂലമുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇതുവഴി സാധിക്കും. കുടുംബത്തിനൊപ്പം ചെലവഴിക്കാനാകുന്ന സമയം ഉറപ്പാക്കുന്നത് ലിംഗനീതി നൽകുന്ന കാര്യമാണെന്നും ബില്ലിൽ പറയുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു തൊഴിൽ നിയമത്തെക്കുറിച്ച് കേൾക്കുന്നതെങ്കിലും ഇത് വിദേശത്ത് നിലവിലുണ്ട്. 2016 ഫ്രാൻസിൽ റൈറ്റ് ടു ഡിസ്കണക്ട് നടപ്പാക്കിയിരുന്നു. 50-ലധികം ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലാണ് ഫ്രാൻസ് നിയമം നടപ്പാക്കിയത്. സ്പെയിൻ, ഇറ്റലി, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലും ഇതേ നിയമം നിലവിലുണ്ട്. സ്വകാര്യ ബിൽ ആയിട്ടാണ് പ്രൊഫസർ എൻ ജയരാജ് സഭയിൽ ഇത് അവതരിപ്പിച്ചത് എന്നതിനാൽ നിരവധി വെല്ലുവിളികൾ മുന്നിലുണ്ട്. ആരോഗ്യ, അടിയന്തര സേവന മേഖലകളിൽ ഈ ബില്ല് അതേപടി നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളും ഇളവുകളും വരുത്താൻ കഴിയുമെന്ന് പരിശോധിക്കണം. എന്തായാലും ഇത്തരമൊരു ബില്ലിനോട് എല്ലാ സ്ഥാപനങ്ങളും അനുകൂലമായി പ്രതികരിക്കണമെന്ന് നിർബന്ധവുമില്ല. അതുകൊണ്ട് വലിയ ചർച്ചകൾ വേണ്ടി വന്നേക്കാം. ഈ ചർച്ചയ്ക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്.
കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുകയെന്ന്.